സാധാരണ ക്രൈം സീരീസുകൾ കുറ്റവാളിയെ കണ്ടെത്താനുള്ള ഒരു യാത്രയാണ്. ഈ വാറണ്ട് ശരിക്കും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറ്റവാളിയെ തേടുന്ന പോലീസുകാരൻ എങ്ങനെ സിസ്റ്റത്തിൻ്റെ തടവുകാരനാകുന്നു എന്നതാണ് അന്വേഷിക്കുന്നത്. ഈ ഒരു പോലീസ് സ്റ്റേഷൻ്റെ മതിലുകൾക്കുള്ളിൽ ദിവസേന നടക്കുന്ന ചെറിയ സംഭവങ്ങൾ, അതുപോലെ തന്നെ ഈ ഫയലുകളുടെയൊക്കെ ചില മൂവ്മെൻറ്റ്സ്, അതുപോലെ തന്നെ ചില ഉത്തരവുകൾ, അതുപോലെ തന്നെ അധികാരത്തിൻ്റെ അദൃശ്യമായ ചില സമ്മർദ്ദങ്ങൾ, അല്ലെങ്കിൽ ഈ കാത്തിരിപ്പുകൾ, പരാജയങ്ങൾ, അപമാനങ്ങൾ, ഇവയെല്ലാം ചേർന്നാണ് ഇവിടെ കഥ രൂപപ്പെടുത്തിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു അന്വേഷണ സീരീസിനേക്കാൾ ഒരു പോലീസ് സ്റ്റേഷൻ്റെ യഥാർത്ഥ മാനസിക ഭൂപടം എങ്ങനെയാണെന്ന് അവരനുഭവപ്പെടുത്തുന്നുണ്ട്. പ്രശാന്ത് പാണ്ഡിരാജ് അവതരിപ്പിക്കുന്ന കോട്ടൈ കറുപ്പുസ്വാമി വലിയ ഹീറോയൊന്നുമല്ല. പലപ്പോഴും അയാൾക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. അതാണ് ആ കഥാപാത്രത്തിൻ്റെ ശക്തിയും എന്നാൽ ദൗർബല്യവും. പക്ഷേ സിസ്റ്റം ഡിസൈഡ് ഹൗ ടു ടാക്കിൾ ദ ക്യാരക്ടർ എന്നുള്ളത് ഈ സീരീസിൽ വളരെ ജമ്മായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അരുൾ ദോസ്, ബാലാജി ശക്തിവേല്, കാളി വെങ്കിട്ട് തുടങ്ങിയ ഒട്ടുമിക്ക കഥാപാത്രങ്ങളും ഈ ജീവനക്കാരേക്കാൾ എന്നതിലുപരി നാച്ചുറലായ പ്രകടനം കൊണ്ട് ഈ സ്റ്റേഷൻ ഭയങ്കര റിയലിസ്റ്റിക് ആക്കുന്നുണ്ട്. അതുപോലെ ജഡ്ജ് കഥാപാത്രം ചെയ്ത പഞ്ചമി എന്ന ആക്ട്രസ് അവർ ഭയങ്കര ഹെവിയാണ് ഇതിനകത്ത്. കാര്യം നിയമം എന്ന വാക്ക് ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നുള്ളത് അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ നിന്നും ഡയലോഗുകളിൽ നിന്നും നമുക്ക് ഹെവി ഔട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സീൻ എലവേറ്റ് ചെയ്യുന്നതിൽ ഇവർ ഉപയോഗിച്ചിരിക്കുന്ന റൊമാൻറ്റിക് പോർഷനുണ്ട്. ഇപ്പം അരുൾ ജ്യോതിയും നമ്രതയൊക്കെ വരുന്ന പോർഷനുണ്ട്, അതിനൊരു പ്രത്യേക വൈബുണ്ട്. അതുപോലെ തന്നെ സഹോദരി ബന്ധത്തിന് വേറൊരു ആംഗിളിൽ ഒരു പ്രോസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്തൊരു ക്യാരക്ടറുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഛായാദേവി ചെയ്ത ക്യാരക്ടറാണ്. അതുമായിട്ട് ചേരുമ്പോൾ ഈ പോലീസുകാരൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെടുന്ന സാധാരണ മനുഷ്യൻ്റെ നിമിഷങ്ങളെക്കുറിച്ച് ഭയങ്കരമായിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റും. പ്രത്യേകിച്ച് യൂണിഫോം ധരിച്ചാൽ ബന്ധങ്ങളാണ് ഇല്ലാതാവുന്നത് എന്ന് ഈ സീരീസ് നിശബ്ദമായിട്ട് പറയുന്നുണ്ട്. കസ്റ്റഡി മരണത്തിൽ തുടങ്ങി ഒരു പോലീസുകാരനിൽ നിന്ന് പോലീസ് സംവിധാനത്തിനെതിരെ ഈ കഥ മതുക്കെ തിരിയുമ്പോൾ നീതി എവിടെയാണ് നിൽക്കുന്നതെന്ന ചോദ്യം പ്രേക്ഷക മനസ്സിൽ സംവിധായകന് വിഘ്നേഷ് നടരാജൻ കോരിയിടുന്നുണ്ട്. പല ക്രൈം സീരീസുകളും അന്വേഷണത്തെ ഹീറോയിസമാക്കുമ്പോൾ വാറണ്ട് അന്വേഷണത്തിൻ്റെ വിരസതയും ക്ഷീണവും കാണിക്കുന്നു. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിൻ്റ് എന്നും പറയാം. കടുത്ത പോലീസ് ഡ്രാമയാകണമോ അല്ലെങ്കിൽ ഡാർക്ക് ഹ്യൂമർ കലർന്ന പോലീസ് കഥയാകണമോ എന്ന കാര്യത്തിൽ പലപ്പോഴും വ്യക്തതയില്ലാത്ത രീതിയിലാണ് ഇതിൻ്റെ മേക്കിംഗ് വന്നിരിക്കുന്നത്. ചില അന്വേഷണങ്ങൾ ശക്തമായി പ്രവർത്തിക്കുമ്പോൾ ചിലത് എപ്പിസോഡ് നീട്ടാനുള്ള ഒരു ഉപാധിയായി മാത്രം നമുക്ക് തോന്നുന്നുണ്ട്. അവസാനം വാറണ്ട് പറയുന്നത് ഒരു പെർഫെക്റ്റ് സീരീസ് ഒന്നുമല്ല. കുറ്റവാളികളെ ഭയപ്പെടുത്തുന്ന സമൂഹത്തിൽ പോലീസിനെ ഭയപ്പെടാൻ തുടങ്ങുന്നത് എവിടെയാണ്? യൂണിഫോം ധരിച്ച മനുഷ്യൻ എപ്പോഴാണ് സിസ്റ്റമായി മാറുന്നത്? ഒരു സ്റ്റേഷനിലെ ഫയലുകൾ അടഞ്ഞാലും ഭാരം ആരുടെ മനസ്സിലാണ് തുടരുന്നത്? ഇതിനൊക്കെയുള്ള കുറേ ഉത്തരങ്ങൾ ഈ സീരീസിലുണ്ട്. C5 തീർച്ചയായും ആസ്വദിക്കാവുന്ന സീരീസാണ്.